ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം സ്വാഗതം. അപ്പം എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞോ? എല്ലാവരും സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞോ? സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചോ? എല്ലാം കൃത്യനിഷ്ഠയായിട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങളൊക്കെ ഇത് ചെയ്തോ എന്ന്. അപ്പം ഞാനും കുളിയൊക്കെ കഴിഞ്ഞു, വിളക്കൊക്കെ കത്തിച്ചു, അമ്പലത്തിൽ പോയി അവിടെയും വിളക്ക് കത്തിച്ചു, വന്നു ചായ കുടിച്ചു, ഒന്ന് രണ്ട് ഷോട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു. എന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വന്നിരുന്ന് നിങ്ങളോട് കഥ പറയുന്നു. കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരും എന്നെ കാണാൻ ഇഷ്ടമുള്ളവരും ഒക്കെ വന്നോളൂ, വന്ന് നമ്മുടെ വീഡിയോ കണ്ടോളൂ. പിന്നെ നിത്യവും പറയുന്ന പോലെ തന്നെയാണ് പതിവ് വിശേഷം. ഇങ്ങനെ വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് 16 ഗ്രൂപ്പുണ്ട്, കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിലിങ്ങനെ മെസ്സേജ് ടടേ പടേ നമ്മുടെ അതെ അത് പോട്ട് പറയാൻ ചില വാക്കുകളും പെട്ടെന്നങ്ങ് വിഴുങ്ങും, പറഞ്ഞുകൂടാത്ത വാക്കുകൾ പെട്ടെന്നങ്ങ് വിഴുങ്ങും. ജോലിക്ക് പോയി വന്നു, പാചകമൊക്കെ ചെയ്ത് ഉച്ച ഫുഡൊക്കെ കഴിച്ചു, ഇച്ചിരി കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് കിടന്ന് ഇച്ചിരി ഒന്ന് മയങ്ങിയതും കറണ്ട് പോയി. പിന്നെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കെ ഫോണിന് ചാർജ് നെറ്റ് കറങ്ങി. അപ്പോൾ ഉച്ചമയക്കം ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുന്നും കിടന്നും ഒക്കെ ഇരുന്നിട്ടാണ് കുളിച്ചിട്ട് വിളക്കെത്തിക്കാനൊക്കെ പോയത്. തന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ് നിത്യവും, ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു മാറ്റവും. നേരെ ഇരുട്ടുന്നു, വെളുക്കുന്നു, പോകുന്നു, വരുന്നു. ഇതിനിടയിൽ ഓരോരോ സംഭവങ്ങളും വന്നും പോയും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ ഇന്നെന്തോന്ന് പറയും, എന്ത് കഥ പറയും ഞാൻ, എന്ത് കഥ പറയും? കഥ പറയണമെന്ന് വെച്ചാൽ വീഡിയോ കാണുക, അത് തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാം പോയി വീഡിയോ കാണുക, നമ്മളെ എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചൂര മീനാണ് കിട്ടിയത്. വീഡിയോ എടുത്തില്ല കേട്ടോ. എന്തൊരു പാചകം, എന്തൊരു വീഡിയോ അല്ലേ. ഇന്ന് ചൂര മീനാണ് കിട്ടിയത്. ചൂരമീനും കോവയ്ക്ക വിഴുക്കും രസവും ചൂരമീൻ വറുത്തതും ഇന്നത്തെ മെനു. രാത്രി മെനു അത് തന്നെ. അത് രാത്രി മെനു രാത്രി കഴിക്കാൻ സമയത്ത് അതൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം. നോക്കട്ടെ, കഴിക്കാൻ ചെല്ലുമ്പോൾ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ എടുക്കാം. അപ്പോൾ അതും അങ്ങനെയായി. പിന്നെ എന്തോ പറയും, ഒന്നും മനസ്സിൽ വരുന്നില്ല, എൻ്റെ മനസ്സിൽ വാക്കുകളൊന്നും കിട്ടുന്നില്ല. വാക്കുകളൊന്നും കിട്ടുന്നില്ല. എങ്ങനെ എന്ത് പറയും എൻ്റെ ഗുരുവായൂരപ്പ, നീ ഇങ്ങനെ കണ്ടന്റ് കൊണ്ട് എൻ്റെ മണ്ടയിലോട്ട് എറിഞ്ഞതാ. കണ്ടന്റുകൾ കൊണ്ട് എൻ്റെ മണ്ടയിലോട്ട് എറിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല എനിക്ക്. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ, പ്രാന്തനെന്നെ നീയും വിളിക്കണം. എന്നെ പ്രണയിച്ച കാട്ടുപൂവേ, പ്രാന്തനെന്നെ നീയും വിളിക്കണം. വേർപാടിൻ വേദന കണ്ണുനീരിറ്റുമ്പോൾ മിഴികളിൽ വന്നൊന്നു. ചേട്ടായി അവിടെ ആരായിട്ട് സൊള്ളുന്നു, ചേട്ടായി രഹസ്യമായിട്ട് അവിടെ ആരായിട്ട് സൊള്ളുന്നു, കേൾക്കണ്ട. ഞാൻ ചുമ്മാ അറിഞ്ഞ ചുമ്മാ. പിന്നെന്തുണ്ട്? വീഡിയോ എടുത്തോണ്ടിരുന്ന ഇതാണ് സംശയരോഗം എന്ന് പറയാം. ഞാൻ ഇവിടെ വീഡിയോ എടുക്കണം നോക്കിയിട്ട് ഇവിടെ ആരുടെ സൊള്ളുന്നു. കൊള്ളാം, വന്ന് എന്നെ നോക്കണുണ്ട് കേട്ടോ. എന്നെ വന്ന് നോക്കിയിട്ട് പോയിട്ട് ആരുടെ സൊള്ളുന്നു. എപ്പോഴും വലം കണ്ണ് അങ്ങോട്ട് വേണം, ഇടം കണ്ണ് മാത്രം ഇവിടെ ഉള്ള വേണ്ട, വലം കണ്ണ് അങ്ങോട്ട് പോകണം. ഞാൻ വീഡിയോ കണ്ടുന്നപ്പോൾ എന്നെ വന്ന് ഒളിഞ്ഞു നോക്കണുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു മനസ്സിൻ്റെ തോന്നലാണ്. ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. അപ്പോൾ ചോദിക്കും വയസ്സായില്ലേ, പ്രായമായില്ലേ, ഇനിയും സംശയമാണെന്ന്. അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്.
നിങ്ങൾക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. മനുഷ്യനായിട്ട് പിറവിയെടുത്ത മനസ്സെന്ന സംഭവമുള്ള എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അങ്ങ് പോട്ടെ. ഒരു പാട്ട് പാടിയതും വിട്ടുപോയി. ഇത് എന്തിനാണപ്പാ ഇങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് വരുന്ന ടൊടേ 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 എന്നും പറഞ്ഞ് ചടാപട ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടേ. അതാണ് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓഫീസിൽ തന്നെ 3-4 ഗ്രൂപ്പുണ്ട്. ഒന്നും കിട്ടുന്നില്ല, കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല. തല മണ്ട വെറും ബ്ലാങ്കായിരിക്കുന്നു. തലമണ്ട വെറും ബ്ലാങ്കായിരിക്കുന്നു. വന്ന് വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു. വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഫാൻ ഓഫ് ചെയ്തിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തുണ്ട് വിശേഷം? മതിയല്ലേ? എത്ര മിനിറ്റ്? 5 മിനിറ്റ് 6 മിനിറ്റ് ആയാ എന്തോ. വന്നിരുന്നപ്പോൾ ഒന്നും കിട്ടുന്നില്ല. വന്നിരുന്നത് മൈൻഡ് പോയി. അവിടെ ഹലോ എനിക്കാണെന്ന് ഇച്ചിരി സംശയം കൂടുതൽ കേട്ടോ. പക്ഷേ പുള്ളിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. എന്ത് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ ഒരു കാര്യത്തിലും എന്നിൽ സംശയമേ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എല്ലാ ഫ്രീഡവും തന്നിട്ടുണ്ട് കേട്ടോ. എവിടെ വേണമെങ്കിലും പോകാം, എവിടെ വേണമെങ്കിലും വരാം, നമ്മുടെ ഇഷ്ടമാണ്. ഇന്ന് വരെ പറഞ്ഞിട്ടില്ല നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, നീ അങ്ങോട്ട് പോകരുത്, നീ ഇങ്ങോട്ട് പോകരുത്, നീ അവിടെ ഇരിക്കരുത്, നീ ഇവിടെ ഇരിക്കരുത്. ഇന്ന് വരെ, ഈ നിമിഷം വരെ. കല്യാണം കഴിഞ്ഞിട്ട് 10-28 വർഷമായെന്ന് തോന്നുന്നു. 10-28 വർഷം നിങ്ങൾ കൂട്ടി നോക്കൂ. 96 എത്ര വർഷം? 28 വർഷമായോ? ഇതുവരെ അങ്ങനെ ഒന്നിനും നമുക്കൊരു വിലക്കം കൽപ്പിച്ചിട്ടില്ല കേട്ടോ. ഇച്ചിരി ശുണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കേ ഉള്ളൂ. ഇത്തിരി ശുണ്ടിയും സംശയരോഗം ഉണ്ടെങ്കിൽ എനിക്കേ ഉള്ളൂ. പുള്ളി ഇതുവരെ അങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നമ്മളെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങളോട് വന്ന് കഥ പറയാൻ പറ്റുമോ? ലൈവ് വരാൻ പറ്റുമോ? നമുക്ക് എല്ലാ ഫുൾ സപ്പോർട്ടും തരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ പുള്ളിക്ക് വെട്ടത്ത് വരാൻ മാത്രം വയ്യ, വീഡിയോയുടെ മുന്നിൽ വരാൻ മാത്രം വയ്യ. നമ്മളെന്ത് വേണമെങ്കിലും കാണിച്ചോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ വെറുപ്പിക്കുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. കണ്ടൻറ്റുകളൊന്നും കിട്ടുന്നില്ല, കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ലൈവുകൾ പുറമെ എവിടെയെങ്കിലുമൊക്കെ പോയി ലൈവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഏതെങ്കിലും വിജ്ഞാനമായ സ്ഥലത്ത്, അമ്പലത്തിൻ്റെ ആൽമര ചുവട്ടിലോ കടൽ തീരത്തോ എവിടെയെങ്കിലുമൊക്കെ ചെന്നിരുന്ന് ലൈവ് ചെയ്യണമെന്നുണ്ട്. ശാന്തസുന്ദരമായ ഒരു ലൈവ്. എല്ലാം പറച്ചിലേ ഉള്ളൂ. ഇന്നൊരിടത്ത് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. കാവടി എടുത്തൊക്കെ കുളിച്ച് റെഡിയായി. വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു ഗസ്റ്റ് വന്ന് പോക്ക് നിലച്ചു. എന്താ ചെയ്യും? നിങ്ങളിങ്ങനെയൊക്കെയാണ്. നിങ്ങളാരും അങ്ങനെയൊന്നും അല്ല. ഞാൻ വോയിസ് കുറച്ചാണ് പറയണത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂലെന്ന് അറിഞ്ഞൂടെ വോയിസ്. ഞാനിപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെ കഥ പറയും പോലെ കഥ പറയുന്നു. ഫോൺ മാത്രം ഓണെന്നേ ഉള്ളൂ. വീട്ടിൽ നമ്മൾ ഓരോരുത്തരുടെ വിശേഷം പറയില്ലേ? ഇന്നെന്താ മീൻ, ഇന്നെന്താ കറി, നീ അവിടെ പോയില്ലേ, നീ ഇവിടെ പോയില്ലേ, നീ ചന്തയിൽ പോയില്ലേ, നീ കല്യാണത്തിന് പോയില്ലേ എന്ന് നമ്മൾ വീട്ടിലും നായിലൊക്കത്തൊക്കെ വിശേഷം കേൾക്കുന്നതും പറയുന്നതും പോലെയാണ് ഞാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. കാണുന്നവർ കാണട്ടെ, പോകുന്നവർ പോട്ടെ. വലിയ കാര്യമായിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സംഭവം നൈറ്റിയൊന്നും കയ്യിറക്കം ഇല്ലാത്ത നൈറ്റിയാണ്. കയ്യൊന്നും കാണാതെ ഞാൻ സ്ക്രീന് സൂം ചെയ്ത് വെച്ചിട്ടാണ് കഥ പറയുന്നത്. കയ്യൊന്ന് ഇനി അല്ലെങ്കിൽ ഷോളൊക്കെ എടുത്തിട്ടാണ് വൃത്തിയേട്. അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ട് എൻ്റെ കാലൊക്കെ കാണണമെങ്കിൽ ഞാൻ വീഡിയോ ഇടൂല കേട്ടോ. എന്നാൽ കയ്യിറക്കം കുറഞ്ഞ നൈറ്റി ആയതുകൊണ്ട് നമുക്ക് പിന്നെ അത് കാണുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടൂല. അപ്പം കൂടുതലൊന്നും പറയുന്നില്ല. 9 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ എന്തൊക്കെയോ തള്ളിമറിച്ചു. 9 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ എന്തൊക്കെയോ തള്ളിമറിച്ചു. നിന്നെ കാണാം എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ
വന്നെല്ലാരും. മതി, 10 മിനിറ്റായി. കൂടുതൽ പാടിയാലേ സമയം നീണ്ടു പോകും.